പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ദീപ്തിയുടെ ആ വാക്കുകളായിരുന്നു അശാന്തിക്ക് തിരികൊളുത്തിയത്. വേദയുടെ പേര് വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ദീപ്തി വളരെ നിസാരമായി എന്നാൽ ഉള്ളിൽ വലിയൊരു കുതന്ത്രം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, വേദക്ക് അവൾ അവകാശപ്പെട്ട സ്വത്തിന്റെ ഭാഗം കൊടുത്തിട്ട് അവളെ എവിടെ നിന്നും പറഞ്ഞയക്കണം. ഇത് കേട്ട് ശ്രീകാന്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ അലറി, മതി ദീപ്തി, നിർത്ത്. വേദയ്ക്ക് എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നീ അതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. ദീപ്തി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞങ്ങളോ? നമ്മളെന്ന് പറയൂ ചേട്ടാ. അവൾ അങ്ങനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ശങ്കരനാരായണന്റെ ഗൗരവമേറിയ ശബ്ദം അവിടെ മുഴങ്ങി. ദീപ്തി, മതി, ഇനി നീ ഒന്നും മിണ്ടരുത്. അച്ഛൻ്റെ ശബ്ദത്തിലെ കാർക്കശ്യം അവളെ ഒന്ന് ഭയപ്പെടുത്തി. ശ്രീകാന്ത് തൻ്റെ ദേഷ്യം മുഴുവൻ വാക്കുകളിലൂടെ പുറത്തെടുത്തു. അച്ഛാ, ഇവളും ആരെയോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവളെപ്പോലെ വല്ല തെണ്ടിയെയും നീയും കണ്ടുവച്ചിട്ടുണ്ടല്ലോടി. അതുകൊണ്ടല്ലേ നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ശ്രീകാന്തിൻ്റെ ആ ചോദ്യം ദീപ്തിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഛേ, എന്തൊക്കെയാണ് ഈ ചേട്ടൻ വിളിച്ചു പറയുന്നത്? വിക്രം ചേട്ടനോടും വേദ ചേച്ചിയോടുമുള്ള ദേഷ്യം കൊണ്ട് ചേട്ടൻ്റെ സമനില തെറ്റിയോ? അവൾ തിരിച്ചടിച്ചു. ശങ്കരനാരായണനും ശ്രീകാന്തിനെ ശാസിച്ചു. നീ എന്താടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? പത്മം ഇടയിൽ കയറി ദീപ്തിയോട് ചോദിച്ചു. അല്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആദ്യം നീയായിരുന്നില്ലേ വേദയെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരുന്നത്? ദീപ്തി അതിന് മറുപടിയായി പറഞ്ഞു, അത് ശരിയാണമ്മേ. അന്ന് എനിക്ക് പക്വത ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അമ്പലത്തിൽ പോയ കാര്യവും വിക്രം മാലയിട്ട കാര്യവും വേദ അവനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചതുമെല്ലാം ദീപ്തി വിവരിച്ചു. വേദ സ്വന്തമായി കേസുകൾ വാദിക്കാൻ തുടങ്ങിയതും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും അവൾ എടുത്തു പറഞ്ഞു. വേദയുടെ ജീവിതം നേരെയാവുന്ന വാർത്ത പത്മത്തിനും ശങ്കരനാരായണൻ്റെയും ഉള്ളിൽ സന്തോഷം നൽകി. എന്നാൽ ശങ്കരനാരായണൻ അത് പുറത്തു കാട്ടിയില്ല. മാല ഇട്ടു എന്ന് കരുതി അവനൊന്നും നന്നാവാൻ പോകുന്നില്ല, അദ്ദേഹം പുച്ഛത്തോടെ പറഞ്ഞു. തുടർന്ന് ചർച്ച ഫാക്ടറിയിലെ സമരങ്ങളിലേക്ക് നീങ്ങി. അവൻ ഫാക്ടറിയിലേക്ക് വന്നത് ആ സമരം നശിപ്പിക്കാനാണ്. ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. എന്നാൽ ശങ്കരനാരായണൻ തൻ്റെ മകൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, സമരം നശിപ്പിക്കാനോ? അതോ ആ സമരത്തിലേക്ക് ഗുണ്ടകളെ കയറ്റിവിട്ട് പ്രശ്നങ്ങളൊക്കെ വഷളാക്കി നിരപരാധികളെ അപകടത്തിലാക്കാനോ? ഇതൊക്കെ നീയും നിന്റെ ആൾക്കാരും ചേർന്നിട്ട് പ്ലാനല്ലേടോ? ശ്രീകാന്ത് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അച്ഛൻ ഇതെല്ലാം തന്നെ അറിഞ്ഞോ എന്ന ഭയം അവൻ്റെ മുഖത്ത് നിഴലിച്ചു. അവൻ തല കുമ്പിട്ട് നിന്നു. അവളും അവനും തമ്മിലുള്ള ഗൂഢാലോചനയാണ് അതെല്ലാം അച്ഛാ. ശ്രീകാന്ത് വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ശങ്കരനാരായണൻ വിട്ടുകൊടുത്തില്ല. നീ തിരഞ്ഞെടുത്ത വഴികൾ തെറ്റാണ് ശ്രീകാന്ത് എന്നും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. പോകുന്ന പോക്കിൽ ശരിയായ സമയത്ത് വേദ അവിടെ എത്തിയത് ആര് പറഞ്ഞിട്ടാകും എന്ന പത്മത്തിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടിയൊന്നും നൽകിയില്ല. രാത്രിയുടെ നിശബ്ദതയിൽ ശങ്കരനാരായണൻ കുഴിഞ്ഞുപോയ ആ ഒരു സംഭവം ഓർത്തെടുത്തു. അന്ന് രാത്രി ശ്രീകാന്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മം അവനെ ഗ്യാസ് ശരിയാക്കാൻ വിളിച്ചുകൊണ്ട് പോയിരുന്നു. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോൺ മേശപ്പുറത്തുണ്ടായിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ശങ്കരനാരായണൻ അതെടുത്തു. മറുതലക്കിൽ നിന്നും വന്ന ശബ്ദം ശ്രീകാന്തിനുള്ളതായിരുന്നു. സർ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. സർ പറഞ്ഞതുപോലെ സമരത്തിനിടയിലേക്ക് ഗുണ്ടകളെ കയറ്റാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. സംഭവം പൊളിക്കണം, പോലീസുകാരെ കൃത്യസമയത്ത് എത്തിക്കണം. ആ ഫോൺ കോൾ ശങ്കരനാരായണൻ്റെ കണ്ണ് തുറപ്പിക്കുകയായിരുന്നു. സ്വന്തം മകൻ ഇത്ര വലിയ ചതിക്കുഴിയിലേക്കാണ് വീഴുന്നതെന്നും നിരപരാധികളെ കുരുതി കൊടുക്കാൻ മടിക്കാത്ത ക്രൂരത അവനിൽ വളർന്നിരിക്കുന്നു എന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ കോൾ ലോഗ് ഡിലീറ്റ് ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ അവിടെ തന്നെ ഫോൺ വെച്ച് അദ്ദേഹം ഓർത്തു. അന്ന് തന്നെ ശങ്കരനാരായണൻ വേദയെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. ആരും കാണാതെ ഒരിടത്ത് വെച്ച് അച്ഛനും മകളും കൂടി കണ്ടുമുട്ടി. കുറച്ചുനേരം അവർ പരസ്പരം നോക്കി നിന്നു. ഉള്ളിലെ വാത്സല്യമൊന്നും പുറത്തു കാട്ടാതെ അദ്ദേഹം ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ, സുഖമാണച്ഛാ. അച്ഛന് സുഖമാണോ? വേദയുടെ ശബ്ദത്തിൽ സ്നേഹം നിറഞ്ഞു നിന്നു. ശങ്കരനാരായണൻ മുഖവിലില്ലാതെ കാര്യത്തിലേക്ക് കടന്നു. നിന്റെ ജീവിതം നീ തിരഞ്ഞെടുത്തു, അതിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. നിന്റെ ഭർത്താവിൻ്റെ പാർട്ടിക്കാർ നമ്മുടെ ഫാക്ടറിയിൽ നടത്തുന്ന സമരം, അത് നിന്റെ അപ്പൂപ്പൻ തുടങ്ങി വെച്ച സ്ഥാപനമാണ്. അതിൽ നിനക്കും അവകാശമുണ്ട്. നാളത്തെ സമരത്തിനിടയിൽ ഗുണ്ടകളെ കയറ്റിവിടാൻ തീരുമാനമായിട്ടുണ്ട്. വേദ ഞെട്ടിത്തെറിച്ചു പോയി. ഗുണ്ടകളെ ഇറക്കി പോലീസിനെയും സമരക്കാരെയും ആക്രമിക്കും. വലിയ അപകടങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ മരണങ്ങൾ വരെ സംഭവിക്കാം. നിന്റെ ഭർത്താവിന് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ശങ്കരനാരായണൻ തുടർന്നു. ഇതാ ശ്രീനിവാസന്റെ തന്ത്രമാണ്. സമരം നീട്ടിക്കൊണ്ടു പോകണം, പ്രശ്നങ്ങളൊക്കെ വഷളാക്കണം. അതാണ് അയാൾക്ക് വേണ്ടത്. ഫാക്ടറി പൂട്ടിയാൽ അവിടെ പിന്നെ പാർട്ടി നിരങ്ങും. ഇതൊന്നും ഞാൻ പറഞ്ഞതാണെന്ന് നീ ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് വിക്രമിനോട്. അപകടം മണത്ത വേദ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യസമയത്ത് ഫാക്ടറിയിലെത്തിയതെന്നും വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കിയതും. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും.
രാത്രിയിൽ മുമ്പ് കത്തി നശിച്ച ആ മുറിയിലിരുന്നു കൊണ്ട് തന്നെ വിക്രം അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിന് മുൻപിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ശരണം വിളിക്കുകയായിരുന്നു. വാതിൽ നിന്ന് കാണുന്ന വേദയുടെ കണ്ണുകളിൽ അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആഹാ, നല്ല കുട്ടിയായല്ലോ, അവൾ കളിയാക്കി. മുറിയിലെ കരിഞ്ഞ മണം മാറാൻ വേണ്ടി ചന്ദനത്തിരി കത്തിച്ചതാണ്. വിക്രം അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ഒളിക്കാൻ ശ്രമിച്ചു. ഈ മുറി ഒന്ന് നന്നാക്കിക്കൂടെ എന്ന് വേദ ചോദിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിനേറ്റ് മുറിവുണങ്ങാതെ ഈ മുറി നന്നാക്കിയിട്ട് എന്ത് കാര്യമെന്നായിരുന്നു വിക്രമിൻ്റെ മറുപടി. അച്ഛനും മകനും തമ്മിലുള്ള അകലം കുറയുമോ എന്ന വേദയുടെ ചോദ്യത്തിന് ചില മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും എന്നായിരുന്നു വിക്രത്തിൻ്റെ മറുപടി. എൻ്റെ അച്ഛൻ്റെ മാത്രമല്ല, നിന്റെ അച്ഛൻ്റെ മനസ്സിലും വേദന ഒരിക്കലും മാറില്ല, അവൻ ഓർമ്മിപ്പിച്ചു. സംസാരം പതിയെ ഗൗരവമായ തലങ്ങളിലേക്ക് നീങ്ങി. വിനായകൻ ചേട്ടനാണ് ആ തെറ്റ് ചെയ്തതെന്ന് അച്ഛനോട് തുറന്നങ്ങ് പറഞ്ഞൂടെ എന്ന് വേദ ചോദിച്ചപ്പോൾ വിക്രം ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. നീ എന്താ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേദ വിടാൻ ഭാവമില്ലായിരുന്നു. എനിക്കെല്ലാം നന്നായിട്ടറിയാം വിക്രം. എൻ്റെ ഭർത്താവ് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ ചക്രവാണി സാറിൻ്റെ ഓഫീസിൽ പോയി പഴയ ഫയലിലൊക്കെ പരിശോധിച്ചു. അന്നത്തെ കേസ് അന്വേഷിച്ച പോലീസുകാരനെ കണ്ടു. സുധാകര മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിൽ അന്വേഷിച്ചു. അവിടെ ഒരു കുട്ടി പോലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് വന്നതാണ്. വിക്രം നിസ്സഹായനായി നിന്നു. വേദ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. ഞാൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇനി അതിങ്ങനെ ചികഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ വീടിൻ്റെ സമാധാനം കളയരുത്. പക്ഷേ വേദയുടെ കൈകളിൽ ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. വിനായകൻ ചേട്ടൻ എന്നോട് കുറ്റം സമ്മതിച്ചു, അവൾ പറഞ്ഞു. വിക്രം അപ്പോൾ ശരിക്കും സ്തബ്ധനായി നിന്നു. വേദയുടെ വെളിപ്പെടുത്തുകൾ അവസാനിച്ചിരുന്നില്ല. അന്ന് നിന്റെ കോളേജിലെ പിള്ളേരെ പോലീസ് പിടിച്ചപ്പോൾ അവരെ രക്ഷിക്കാൻ ഒരാൾ സ്റ്റേഷനിൽ വന്നിരുന്നു. ശ്രീകാര്യത്തുള്ള ശ്രീകുമാർ. ഈ ശ്രീകുമാറാണ് വിനായകൻ ചേട്ടൻ്റെ കൈകളിലേക്ക് മയക്കുമരുന്ന് കൊടുത്തത്. അത് അച്ഛൻ്റെ ബാഗിനുള്ളിലേക്ക് വെക്കിപ്പിച്ചു. നിങ്ങളെ കുടുക്കിയതും വിക്രമിന് ഈ പേരുകൾ അപരിചിതമായിരുന്നു. ആരാണ് ഈ ശ്രീകുമാർ? അവൻ ചോദിച്ചു. വേദയുടെ അടുത്ത മറുപടി വിക്രമിനെ മാത്രമല്ല പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ശ്രീകുമാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പം നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു തരുന്ന, നിങ്ങളുടെ ഗോഡ് ഫാദർ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ സ്വന്തം പെങ്ങളുടെ മകൻ. ആ സത്യം ഒരു ഇടിത്തീ പോലെയാണ് വിക്രമിൻ്റെ തലയിലേക്ക് വീണത്. തന്നെയും തൻ്റെ അച്ഛനെയും തകർത്ത് തങ്ങളെ തമ്മിലടിപ്പിച്ച് മുതലെടുപ്പ് നടത്തുന്ന ശത്രുവിനെയാണ് താൻ ഇത്രയും നാൾ ദൈവത്തെ പോലെ കണ്ടിരുന്നത് എന്ന തിരിച്ചറിവ് അവനെ തകർത്ത് കളഞ്ഞു. ആ വലിയ സത്യത്തിനു മുൻപിൽ പകച്ചു നിൽക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.